ഹലോ ഫ്രണ്ട്സ്, ആലീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ഈസിയായ രീതിയിൽ നമ്മൾ ചിക്കൻ എങ്ങനെ പാകം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിക്കുക. അതിനുശേഷം കുറച്ച് സവാള ഇടുക. സവാള ഇട്ട് സവാള ഇട്ട് കൊടുത്തത് ചൂടായതിനു ശേഷം സവാള ഇട്ട് ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഒന്ന് കുക്കറിൽ നമ്മളൊരു വിസില് പോകാൻ പോകുന്നത് വരെ വേവിച്ച ചിക്കനാണ്. അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ കുക്കറിൽ നിന്ന് കമത്തുക. അതിനുശേഷം ചൂടായതിനു ശേഷം ചിക്കൻ അവിടെ കിടന്ന് ഒന്ന് ചൂടാവട്ടെ. തിളച്ചു തുടങ്ങിയ ചിക്കനിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതിയാവും. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം അതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് നമ്മൾ ഇടുകയാണ്. ഇഞ്ചി പച്ചമുളക്, കുറച്ച് തേങ്ങ ചതച്ചത് ഇടുകയാണ്. ഇത് ചൂടാകുന്നത് വരെ ചിക്കൻ ഏകദേശം ഒരുവിധം വെന്തതാണ്. അപ്പം നമ്മൾ അതിനകത്ത് ഒന്ന് നല്ലോണം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് തുടങ്ങിയ ചിക്കനിലേക്ക് അല്പം കുറച്ച് ക്യാപ്സിക്കം നമ്മളിടുകയാണ്. ഒരു തക്കാളി ഇതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. ഒരു തക്കാളി കുറച്ച് ക്യാപ്സിക്കം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഈ പാത്രത്തിലേക്ക്, നമ്മുടെ ചിക്കൻ വേവിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടതാണ്. അപ്പോൾ അത് കാരണം ബാലൻസ് ആവശ്യം വരുന്ന ഉപ്പ് മാത്രം നമ്മൾ ഇട്ടാൽ മതി. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, 1 സ്പൂൺ മസാലപ്പൊടി, അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ഇടുകയാണ്. മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടി നമ്മളിപ്പോൾ ഇടുന്നില്ല. മുളക് പൊടി ഈ സാധനം പാകമായി ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇതിനകത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മളൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കുക. അപ്പോൾ 5 മിനിറ്റ് അതവിടെ അടഞ്ഞിരുന്ന് ഒന്ന് ആവി കയറി വേവട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഒരുവിധം പാകമായോ എന്നുള്ളത് നോക്കാം. നല്ല രീതിയിൽ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേപ്പില കുറച്ച് അധികം കൊണ്ടൊന്നും നമുക്ക് കുഴപ്പമില്ല. ഒരു 2 അടപ്പ് സുർക്ക ഒഴിക്കുന്നത് നല്ലതായിരിക്കും. സുർക്ക ഒഴിച്ചു. കുറച്ച് മുളക് പൊടി അവസാനമായിട്ട് നമ്മളിടുന്ന സാധനമാണ്.
ഒന്നുകൂടെ മിക്സ് ചെയ്യാം. സാധാരണ ചിക്കൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും ചെറിയ വ്യത്യസ്തമായ രീതിയാണ്. ഇതിൻ്റെ രുചിയും അതിനനുസരിച്ച് വ്യത്യസ്തം ഉണ്ടാകും. അപ്പോൾ അത് കഴിയുന്ന എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയാലാണ് അതിൻ്റെ രുചി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. അത് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഷോ ഉണ്ട്. വളരെ നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയൊരു പുളിയും എരിവും എല്ലാം കൂടെ കൂടിയൊരു സാധനമാണ്. അപ്പം ഇത് നമ്മൾ വളരെ നല്ല രീതിയിൽ കുറച്ചുകൂടെ ഇത് കഴിയുമ്പോഴും ഇതിൻ്റെ കളറ് മാറും. കുറച്ച് റെഡ് കളറ് ബ്ലാക്ക് കളറോടും കൂടിയൊരു കളറായി മാറും. അപ്പം അതിനി കുറച്ചു നേരം കിടന്ന് തിളച്ച് നല്ല രീതിയിലേക്ക് ഇറച്ചിയിലേക്ക് അതിൻ്റെ എസൻസ് ഒക്കെ പിടിക്കുകയും മുളക് പൊടി അതിനകത്തേക്ക് ആഡാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ രുചി കൂടും. അപ്പം എല്ലാവരും നമ്മുടെ പുതിയ വിഭവം ഇഷ്ടപ്പെടും എന്ന പ്രതീക്ഷയോടെ ഞങ്ങളിത് ഇടുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക. ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വിഭവമായി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.